അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള പ്രതിരോധ മരുന്നായ മിൽട്ടിഫോസിൻ ജർമ്മനിയിൽ എത്തിച്ചു. 3 ദിവസം മുൻപാണ് ആരോഗ്യവകുപ്പ് മരുന്നെത്തിച്ചത്. രോഗലക്ഷണങ്ങളോടെ 2 കുട്ടികളാണ് കോഴിക്കോട് ചികിത്സയിലുള്ളത്. കുളത്തിൽ കുളിച്ചതിന് പിന്നാലെയാണ് രോഗലക്ഷണങ്ങൾ പ്രകടമായത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, 2 കുട്ടികളും ഒരേ കുളത്തിൽ തന്നെ കുളിച്ചവരാണോ? ഈ മരുന്നെത്തുന്നത് എത്രത്തോളം ആശ്വാസകരമാണ്? ആ പനി ഒരുപാടല്ലെങ്കിൽ കൂടിയും 1-2 കുട്ടികൾ കൂടി സ്ഥിരീകരിക്കുമ്പോൾ രാഹുൽ? അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നിലവിൽ 2 പേരാണ് കോഴിക്കോട്ടെ 2 ആശുപത്രികളിലായി കഴിയുന്നത്. ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒരാൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുമാണ് കഴിയുന്നത്. ഇതിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കഴിയുന്ന കുട്ടി 12 വയസ്സുള്ള കുട്ടിക്കാണ് നിലവിൽ ഈ മരുന്ന് നൽകി വരുന്നത്. അതായത് 2 മാസം മുമ്പ് മുതൽ തന്നെ ഈ മരുന്ന് എത്തിക്കാനുള്ള ശ്രമം നടന്നു വരികയായിരുന്നു. പക്ഷേ അത് ലഭ്യമായിരുന്നില്ല. ഒടുവിൽ 2 ദിവസം മുമ്പാണ് ഈ മരുന്ന് കോഴിക്കോട് എത്തിച്ചിട്ടുള്ളത്. നിലവിൽ 7 ഇനം മരുന്നുകളാണ് ഈ കുട്ടിക്ക് നൽകി വരുന്നത്. 12 വയസ്സാണ് ഈ കുട്ടിക്ക് പ്രായം. നിലവിൽ ഈ മരുന്നുകളോട് കുട്ടി പ്രതികരിക്കുന്നുണ്ട്. ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പ്രാഥമികമായി കോഴിക്കോട് നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തേണ്ടത് പോണ്ടിച്ചേരിയിൽ നിന്നുള്ള റിസൾട്ട് കൂടി വന്നാൽ മാത്രമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം, അതിന്റെ ഔദ്യോഗിക റിസൾട്ട് ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 മാസത്തിനുള്ളിൽ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലായി 3 കുട്ടികളാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതീവ ഗുരുതരമായി തന്നെ സാഹചര്യത്തെ ആരോഗ്യവകുപ്പ് കാണുന്നുണ്ട്. അതിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നുമാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. എന്താണെങ്കിലും മരുന്ന് എത്തിച്ചത് ആശ്വാസകരം തന്നെയാണ്. ഹാഷ്മി. ഓക്കെ, രാഹുൽ സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. 2 കുട്ടികൾ കൂടിയാണ് ഇപ്പോൾ രോഗലക്ഷണങ്ങൾ ഉള്ളത്. അവരും കുളത്തിൽ കുളിച്ചതിന് പിന്നാലെയാണ്. എന്തായാലും ഈ മരുന്ന് ഏറെ നാളെ കാത്തിരുന്ന മിൽട്ടിഫോസിൻ എന്ന മരുന്ന് ജർമ്മനിയിൽ എത്തിക്കുന്നത് ഉറപ്പായും ആശ്വാസകരമാണെന്ന് പറയാം.